വയനാട് മേപ്പാടി പഞ്ചായത്തിലെ 10-11 വാർഡുകളിലെ മുഴുവൻ കുടുംബങ്ങളെയും മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം. മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുത്തു. വിഷയം ഉന്നയിച്ച് ഭരണസമിതി അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കാണും. 11 വാർഡുകളിലെ എല്ലാ ആളുകളെയും ദുരന്തത്തിൽപ്പെട്ട ആ പ്രദേശത്തുള്ള എല്ലാ ആളുകളെയും ഭവന നിർമ്മാണത്തിലാണെങ്കിലും മറ്റു മേഖലകളിലാണ് അവരെല്ലാവരെയും ഉൾപ്പെടുത്തണം എന്നതാണ് ഇന്നത്തെ ബോർഡ് തീരുമാനത്തിൽ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതുമായി മുന്നോട്ട് പോകാൻ കാരണം വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കാണുന്നതിനും അതിന് മുന്നോടിയായിട്ട് കലക്ടറെ കണ്ടിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഒറ്റപ്പെട്ട വീടുകളിലും അതുപോലെ തന്നെ പാടുകളിലുമാണ് ഇപ്പോൾ താമസിക്കുന്നത്. അവരൊന്നും നിലവിലുള്ള ലിസ്റ്റിൽ സർക്കാരിൻ്റെ മാനദണ്ഡ പ്രകാരം ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ അവരെല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഞങ്ങളുടെ ബോർഡിലെ തീരുമാനവും ആവശ്യവും. അതാണ് അതിന് ഭരണസമിതി ഞങ്ങളെല്ലാവരും പിന്താങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞങ്ങൾ കലക്ടറെ പോയി കാണും, അതിനുശേഷം വകുപ്പ് മന്ത്രിയെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെയും കാണും. അവർ 11 എന്തൊക്കെയാണ് ഇവരുടെ ആവശ്യങ്ങൾ? സർക്കാർ പുനരധിവാസ പട്ടികയിൽ ദുരന്ത ബാധിതരായിട്ടുള്ള കുറച്ച് ആളുകൾ അല്ലെങ്കിൽ ഈ ദുരന്ത ബാധിത മേഖലയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട നിരവധി ആളുകളുണ്ട്. ആ ആളുകളെ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യമാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പറയുന്നത്. പ്രധാനമായും ഗ്രാമപഞ്ചായത്തിലെ 10-11 വാർഡുകളിൽ പെട്ട മുഴുവൻ ആളുകളെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം. ഭവന നിർമ്മാണ പദ്ധതി, അതായത് സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ ഇവർക്ക് വീട് കൊടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ ആ ഒരു തീരുമാനം എടുക്കണം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഉൾപ്പെടെ കാണാൻ ഒരുങ്ങുകയാണ് ഗ്രാമപഞ്ചായത്ത്. ആദ്യഘട്ടത്തിൽ കളക്ടറുമായി ഈ വിഷയം ചർച്ച ചെയ്യും. അതിനുശേഷം മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് കാര്യം ബോധിപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് ഗ്രാമപഞ്ചായത്ത് എടുത്തിരിക്കുന്നത്. നിരവധി ആളുകൾ ഇപ്പോഴും പട്ടികക്ക് പുറത്ത് തന്നെയാണ്. നമ്മൾ മുമ്പൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പടവെട്ടിക്കുന്ന്, അതുപോലെ റാട്ടപ്പാടി, മുണ്ടക്കൈ പാടി ഉൾപ്പെടെയുള്ള പലയിടങ്ങളിലും ഈ ദുരന്ത ബാധിത ലിസ്റ്റിൽ പെടാത്ത കുറെ ആളുകളുണ്ട്. അപ്പോൾ ആ ആളുകളെ കൂടി ഉൾപ്പെടുത്തിയായിരിക്കണം ഭവന നിർമ്മാണ പദ്ധതി പൂർത്തീകരിക്കേണ്ടത് എന്ന ആവശ്യം കൂടിയാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്.